സൈഫുന്നിസ അലിയാർ കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. സൈഫുന്നിസ, നമ്മൾ കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള AMMയുടെ ഒരു നിലപാട് കണ്ടതാണ്. അവർ വാർത്താ സമ്മേളനം നടത്തി ഏതാണ്ട് തടിയൂരുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയൊക്കെ നടത്തി പോയതാണ്. അവിടെ മാധ്യമപ്രവർത്തകരോട് ഇത്തരത്തിലുള്ള തർക്കത്തിനൊക്കെ ഇടയാക്കുന്നത് കണ്ടതാണ്. അതിന് പിന്നാലെ സിദ്ദിഖിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ, അത് കഴിഞ്ഞ 2 വർഷം മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് രേവതി സമ്പത്ത് എന്ന നടി വീണ്ടും രംഗത്തെത്തുന്നു. അവർ ശക്തമായ നിലപാടെടുക്കുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെ സിദ്ദിഖ് രാജിവെക്കുകയും ചെയ്തു. AMMയിൽ തന്നെ ഒരു കടുത്ത ഭിന്നതയുണ്ടായിരുന്നുവെന്ന് നമുക്ക് വാർത്താ സമ്മേളനം തൊട്ടു പിന്നാലെ വ്യക്തമായതാണ്. ജഗദീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിച്ച നിലപാട്. ഇന്നിപ്പോൾ ജയൻ ചേർത്തല ഉൾപ്പെടെ വൈസ് പ്രസിഡന്റിനോട് ഉൾപ്പെടെ സംസാരിക്കുമ്പോഴും AMMയിൽ ഒരു ശുദ്ധി കലശം വേണം, പല പരാതികളിലും നടപടി എടുക്കുന്നില്ല തുടങ്ങിയ ഗുരുതരമായ കാര്യങ്ങൾ അദ്ദേഹം തന്നെ, വൈസ് പ്രസിഡന്റ് തന്നെ പറയുകയാണ്. അപ്പോൾ സിദ്ദിഖിന്റെ രാജിക്ക് പിന്നാലെ ഒരു ശുദ്ധി കലശത്തിന് അല്ലെങ്കിൽ ഒരു റീവാമ്പിങ്ങിന് AMMയും തയ്യാറെടുക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതോ ഇതിനെയൊക്കെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ താരസംഘടനയ്ക്ക് കഴിയുമോ? വിനീത, AMMയുടെ കാര്യമാകുമ്പോൾ അത് കാത്തിരുന്ന് കാണുക എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. കാരണം നേരത്തെ ഇതിനു മുൻപ് ഇതിലും വലിയ പ്രശ്നങ്ങളായിരുന്നു 2017 ഈ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ AMMയിൽ ഉണ്ടായത്. ആ സമയത്ത് വലിയ രീതിയിൽ AMMയിലെ പ്രധാന ഒരു അംഗമായ പൃഥ്വിരാജ് അടക്കം പരസ്യമായി പുറത്തിറങ്ങി വന്ന് പ്രതികരണം നടത്തുകയും ചെയ്തെങ്കിലും ഈ ആരോപണ വിധേയനായ ആളെ മാറ്റി നിർത്തുകയല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ശുദ്ധികലശത്തിനും AMM തയ്യാറായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും ഇപ്പോഴത്തെ ഈ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെയും രാജിക്ക് പിന്നാലെയൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് വെറുതെ ചിന്തിക്കാമെന്നല്ലാതെ പ്രാവർത്തികമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം അതൊരു താരസംഘടനയാണ്. അങ്ങനെ വലിയ നിലപാടുകളുള്ള ആളുകളെല്ലാം തന്നെ അവിടെ നിന്ന് വിട്ടുപോയിരിക്കുന്നു. WCC എന്ന സംഘടന രൂപീകരിച്ച് അവർ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നു. അവരെ ഒന്ന് തിരിച്ചു വിളിക്കാനോ, അവരെ ഈ വിഷയത്തിൽ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു, ഹേമ കമ്മിറ്റി ഈ വിഷയം പഠിച്ചിട്ട് ഇത്രയെല്ലാം പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ക്രിമിനൽ പ്രശ്നമാണ്, ക്രിമിനൽ വിഷയമാണ് എന്ന് പറഞ്ഞ AMMയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ തന്നെയാണ് തൊട്ടടുത്ത ദിവസം ഇങ്ങനെ ഒരു ലൈംഗികാരോപണം വരികയും ഈ ജനറൽ സെക്രട്ടറി തന്നെ രാജിവെക്കേണ്ട അവസ്ഥയും വരുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഈ ഘട്ടത്തിലെങ്കിലും ഈ പ്രതിഷേധിച്ച് രാജിവെച്ച് ഇറങ്ങിപ്പോയ ഈ നടിമാരെ തിരിച്ചു വിളിക്കാനോ ഇല്ലെങ്കിൽ AMMയ്ക്ക് തെറ്റുപറ്റി ആ തെറ്റ് തിരുത്തേണ്ടതുണ്ട്. AMMയിൽ നിന്ന് വിട്ടുപോയ അംഗങ്ങൾ ഇനി AMMയ്ക്കൊപ്പം നിന്ന് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം. വീണ്ടും ഒരു ഭരണസമിതി അധികാരത്തിലാണോ? കാരണം ജനറൽ സെക്രട്ടറി രാജിവെച്ചതാണ്. ആ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് വീണ്ടും ഭരണസമിതി വരട്ടെ എന്ന രീതിയിലൊന്നും പറയുവാനായി AMMയുടെ പ്രസിഡന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഈ ഭരണസമിതിയിലുള്ള മറ്റംഗങ്ങളോട് അദ്ദേഹം വിളിച്ച് ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. AMMയുടെ ജനറൽ സെക്രട്ടറി രാജിവെച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച എക്സിക്യൂട്ടീവ് യോഗം ചേരും. അതുകൊണ്ട് തന്നെ ഇനി അതിനിടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നോക്കണം, അതല്ലെങ്കിൽ വൈസ് പ്രസിഡന്റുമാർ നോക്കണം, ജോയിന്റ് സെക്രട്ടറി നോക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയല്ലാതെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മാധ്യമങ്ങൾ ഇത്രയധികം ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് AMMയുടെ ജനറൽ സെക്രട്ടറി രാജിവെക്കുമ്പോൾ ആ രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത് പോലും പ്രസിഡന്റിനാണ്. പക്ഷേ അക്കാര്യത്തിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാൻ പോലും AMM തയ്യാറായിട്ടില്ല. ഇപ്പോൾ അതിനിടയിലാണ് എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ജയൻ ചേർത്തല ഈ സംഘടനാ നേതൃത്വത്തിനെതിരെ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. വലിയ തിരുത്തലുകൾ സംഘടനയ്ക്കുള്ളിൽ ആവശ്യമാണ് എന്നുള്ളത്. വലിയ തിരുത്തലുകൾ AMMയ്ക്ക് ഇതിനുള്ളിൽ എത്തിയാൽ അത് വലിയ സ്വാഗതാർഹമായ കാര്യമാണ്. കാരണം പക്ഷേ അത്തരം തിരുത്തലുകൾക്ക് ഇവർ തയ്യാറാകുമോ എന്നുള്ളതാണ്. കാരണം ഒരുപാട് നാളുകളായി ഒരു സംഘം മാഫിയ സംഘത്തെ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം ഈ ഭാരവാഹി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അവർക്ക് താല്പര്യമുള്ളവരെ മാത്രം അധികാരം ഏൽപ്പിക്കുന്നു. അതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു ഇടപെടലുകൾ AMMയുടെ ഒരു വിഷയത്തിലും ഉണ്ടായിട്ടില്ല. അത് അന്നും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടത് ഏറ്റവും അധികം വോട്ട് കിട്ടിയ ഒരാളായിരുന്നു രമേശ് പിഷാരടി. രമേശ് പിഷാരടിയെ മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും ചെയ്യാതിരുന്ന ജോമോളെ എക്സിക്യൂട്ടീവായി ഈ വനിതാ സംവരണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ജോമോളെ കൊണ്ടുവന്നു. ഏത് അടിസ്ഥാനത്തിലാണ് ജോമോളെ തെരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ജോമോൾ AMMയുടെ എക്സിക്യൂട്ടീവ് അംഗമായി വന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നു. ഈ ജോമോൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തൻ്റെ വാതിൽ ആരും മുട്ടിയിട്ടില്ല എന്നുള്ളത്. തനിക്ക് അങ്ങനത്തെ ദുരനുഭവങ്ങളൊന്നും ഉണ്ട്, അത് തനിക്കുണ്ടാകാത്തതുകൊണ്ട് മറ്റാർക്കും ഉണ്ടായിക്കൂടാ എന്നുള്ള ചിന്തിക്കുന്നത് പോലും ആ ഒരു നേതൃപദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് യോജിച്ചതാണ് എന്നുള്ളത് AMM ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തായാലും ആ വിഷയത്തിൽ ഇനി ഒരു തിരുത്തൽ നടപടികൾ അവർ ആലോചിച്ചാൽ അത് വലിയ കാര്യമാണ്, വലിയ സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ അത്തരം
അത്തരം ചിന്തകളിലേക്കോ നടപടികളിലേക്കോ AMMA കടക്കുമോ എന്നുള്ളത് ഈ എക്സിക്യൂട്ടീവ് യോഗം ചൊവ്വാഴ്ച ചേരുമ്പോൾ മാത്രമേ നമുക്ക് ആലോചിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിലവിൽ ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജിനാണ് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒഴിവിൽ ജോയിന്റ് സെക്രട്ടറിയാണ് സാധാരണഗതിയിൽ എല്ലായിടത്തും ഈ ചുമതലകൾ വഹിക്കേണ്ടത്. അത്തരം ചുമതലകൾ വഹിക്കാൻ ഈ പ്രസിഡന്റ് മോഹൻലാൽ ഈ ബാബുരാജിനാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നാളെ ബാബുരാജും നാട്ടിലെത്തും. മറ്റംഗങ്ങളും മറ്റന്നാൾ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകളിലേക്കും ഒപ്പം തന്നെ നിലപാടുകളിലേക്കും ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു യുവനടി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദീഖ് രാജിവെക്കേണ്ടി വരുന്നത്. അത് സിദ്ദീഖിന്റെ രാജി സ്വീകരിക്കുന്നതിലൂടെയോ അതല്ലെങ്കിൽ ആ ആരോപണം ഗൗരവതരമാണ് എന്ന് പറയുന്നതിലൂടെ ഒതുങ്ങുന്നതല്ല. കൃത്യമായി ഒരു താരസംഘടനയായ AMMA ഒരു നടി എന്ന രീതിയിൽ നൽകിയിരിക്കുന്ന ഒരു പരാതി അല്ലെങ്കിൽ നടി ഉയർത്തിയിരിക്കുന്ന ഒരു വിഷയം കൃത്യമായി പൊതുരംഗത്തേക്ക് ഉന്നയിച്ചുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ പോലീസ് അന്വേഷണം നടത്താൻ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തേണ്ട ഒരു സംഘടന കൂടിയാണ് AMMA. അത്തരം നടപടികളിലേക്ക് അവർ കടക്കുമോ എന്നുള്ളത് നമുക്ക് ചൊവ്വാഴ്ച എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം നടത്തുന്ന പ്രസ്താവനയിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. വിനീത, ശരിയാണ് സൈഫുന്നിസ പറഞ്ഞതുപോലെ ഇതുവരെ അത്തരത്തിലുള്ള ചിന്തകളൊന്നും അല്ലെങ്കിൽ നടപടികളൊന്നും തന്നെ AMMയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, താരസംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇനി ചൊവ്വാഴ്ച എക്സിക്യൂട്ടീവ് യോഗത്തിൽ എന്ത് വിഷയങ്ങളായിരിക്കും ചർച്ചയാവുക അല്ലെങ്കിൽ എന്ത് നടപടികളായിരിക്കും സ്വീകരിക്കുക എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനുശേഷം AMMയുടെ പ്രസിഡന്റ് മോഹൻലാൽ തന്നെ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് നേരത്തെ ജയൻ ചേർത്തല റിപ്പോർട്ടറിനോട് സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തത്. അദ്ദേഹം